ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അസൽ നാടൻ മീൻ കറി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഞാനെടുത്ത മീൻ നത്തോലിയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ആണ് വേണ്ടത്. നമുക്ക് ചതച്ചെടുക്കാനായിട്ട് ഞാനിത് കല്ലിലിട്ടിട്ടാണ് ചതക്കുന്നത്. നല്ലോണം ചതച്ച് ചതഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. എന്നാലും നല്ലോണം ചതച്ചത് ഈ ഒരു പരുവത്തിൽ എടുക്കുക. പിന്നെ ഒരു തക്കാളി വേണം നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവ ഇട്ട് നല്ലോണം പൊട്ടിച്ചെടുക്കണം. പൊട്ടി വരുമ്പോൾ ഈ ചതച്ച് വെച്ച ഉള്ളി അതിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കൂടെ ഒരു കഷ്ണം കുടംപുളിയും കൂടെ ഇട്ടാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുടംപുളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലപോലെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ട് ഈ വഴറ്റിയെടുത്തതിലേക്ക് ഇതിലേക്കാണ് നമുക്ക് തക്കാളി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നല്ലോണം വഴന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് അത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ആ തക്കാളി ഉടച്ചെടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ എടുത്ത് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ആ എണ്ണയിൽ വെള്ളമൊന്നും ചേർക്കാതെ എണ്ണയിൽ തന്നെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട വെള്ളം ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. വെള്ളത്തിലേക്ക് ആ മസാലയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയായി വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് അത് കുറച്ച് അടച്ചു വെച്ച് ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ അതായത് മസാലയും ഉള്ളിയും എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു വറ്റി വരുന്ന കണ്ടീഷനിലേക്ക് ആവുമ്പോൾ നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് മീനൊക്കെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെക്കാം. ഇതാണ് നമ്മുടെ അസൽ നാടൻ മീൻ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.